രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. വിശാലപുരിയിൽ നിന്ന് സുമതി മഹാരാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അന്നത്തെ രാത്രി അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മിഥിലാപുരിയിലേക്ക് യാത്ര ആരംഭിച്ചു. മിഥിലാപുരി എന്ന പുണ്യനഗരിയുടെ അതിർത്തി പ്രദേശത്ത് മനോഹരവും അതിപുരാതനവും ജനവാസവുമില്ലാത്ത ഒരാശ്രമത്തെ കണ്ട ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രനോട് ചോദിച്ചു, ഭഗവാനെ, പരിപാവനമായൊരാശ്രമമല്ലേ ഇത്? എന്താണിതിൽ മുനിവര്യന്മാരെ ആരും കാണാത്തത്? ഈ രമ്യാശ്രമം ആരുടേതായിരുന്നു? ആരോ ഉപേക്ഷിച്ചു പോയതുപോലെ ഉണ്ടല്ലോ. ചോദ്യങ്ങൾ കേട്ട് വാക്യവിശാരദനായ വിശ്വാമിത്രൻ ഉത്തരം പറഞ്ഞു, രഘുവര, ശ്രീരാമചന്ദ്ര, ഈ ആശ്രമത്തിൻ്റെ വർത്തമാനം ഞാൻ വിശദമായി പറഞ്ഞു തരാം. കോപമാർന്നൊരു മഹാത്മാവിൻ്റെ ശാപത്തിന് ഇരയായതാണ് ഈ സ്ഥലം. മഹാനുഭാവനായ ഗൗതമ മുനീന്ദ്രൻ്റേതായിരുന്നു ഈ ദിവ്യാശ്രമം. തൻ്റെ പ്രിയപത്നി അഹല്യാദേവിയോടൊന്നിച്ച് 1000 വർഷങ്ങൾ ഗൗതമ മഹർഷി പണ്ട് ഇവിടെ തപസ് ചെയ്തിരുന്നു. ഒരു ദിവസം മുനീന്ദ്രൻ ദൂരത്തെവിടെയോ പോയി. ശചീപതിയായ ദേവേന്ദ്രൻ ആ സന്ദർഭത്തിൽ ഗൗതമ യതീന്ദ്ര വേഷം ധരിച്ച് അഹല്യാദേവിയുടെ സമീപത്ത് വന്നു പറഞ്ഞു, സുന്ദരീ രത്നമേ, ഋതുകാലം കഴിഞ്ഞ് ശാസ്ത്ര നിർദ്ദിഷ്ട ദിവസം നോക്കി കാമസന്തപ്തനായ ഒരുവൻ കാത്തിരിക്കുകയില്ല. അത്രയൊന്നും കാത്തിരിക്കാൻ ആഗ്രഹസന്തപ്തനായ ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിന്നോടൊത്ത് കുറച്ചു സമയം കഴിയാൻ ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. മുനിവേഷം കെട്ടിവന്നത് ദേവേന്ദ്രനാണെന്നറിഞ്ഞിട്ടും തൽപരയായ അഹല്യ ഇന്ദ്രന്റെ അഭീഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തു. കാര്യം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ദേവേന്ദ്രനാണെന്ന്, സുരനായകനാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ ഏറ്റവും കൃതാർത്ഥയായി തീർന്നിരിക്കുന്നു. ഹേ ഇന്ദ്ര, അങ്ങ് അതിവേഗം ഇവിടെ നിന്ന് പോകൂ. എന്നെയും അങ്ങയെയും ഗൗതമനിൽ നിന്ന് രക്ഷിക്കൂ. അഹല്യയെ യഥേഷ്ടം അനുഭവിച്ച വാസവൻ അവിടെ നിന്ന് വേഗത്തിൽ വെളിയിലിറങ്ങി. ഗൗതമനിലുള്ള ഭയം കൊണ്ട് മനസ്സ് കിടകിട വിറയ്ക്കുകയാണ്. വെമ്പിക്കൊണ്ട് പുറത്തേക്ക് പോയ ദേവേന്ദ്രൻ ദൂരത്ത് നിന്ന് വരുന്ന ഗൗതമനെയാണ് ആദ്യം കണ്ടത്. അത്യുഗ്ര തപോബലമുള്ളവനും ദേവന്മാർക്കും ദാനവന്മാർക്കും അജയ്യനായ ഗൗതമൻ തീർത്ഥജലത്തിൽ സ്നാനം കഴിച്ച് അഗ്നി പോലെ ജാജുല്യമാനനായി ദർഭയും ചമതയും കയ്യിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി വരുന്നത് കണ്ടപ്പോൾ ഇന്ദ്രന്റെ മുഖം ഭയം കൊണ്ട് ഉളികെട്ടുപോയി. മുനിവേഷധാരിയായ ശതക്രതുവിനെ കണ്ട സച്ചരിതൻ ആ ദുരാചാരിയോട് ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ ദുഷ്ടബുദ്ധി, എന്റെ വേഷം കിട്ടിയ നീ അധർമ്മകർമ്മം ചെയ്തിരിക്കുന്നു. അതിനാൽ പുരുഷത്വം നശിച്ചവനായി പോകട്ടെ നീ. ഗൗതമ വാക്കുകൾ പുറത്തു വന്നപ്പോഴേക്കും ശചീപതിയുടെ പൗരുഷം നശിച്ചുപോയി. പുരുഷത്വം നശിച്ച്, പൗരുഷഭാവം നശിച്ച്, പുരുഷ ലക്ഷണങ്ങൾ നശിച്ച് വളരെ ക്ഷീണിതനായി ദേവേന്ദ്രൻ അവിടെ നിന്ന് പാഞ്ഞുപോയി. ആശ്രമാന്തർഭാഗത്ത് ഭയപ്പെട്ടു നിന്ന അഹല്യയെയും മുനീന്ദ്രൻ വെറുതെ വിട്ടില്ല. അഹല്യയെ നോക്കി പറഞ്ഞു, ദുർവൃത്തയായ നീ 1000 വർഷങ്ങൾ താപത്തോടുകൂടി ഇവിടെ തന്നെ ഭക്ഷണമില്ലാതെ വെറും വായു മാത്രം ആഹാരമായി കഴിച്ച് വെണ്ണീറിൽ കിടക്കുക. നിന്നെ ആർക്കും കാണുവാൻ സാധിക്കുന്നതല്ല. ഈ കൊടുങ്കാട്ടിൽ ദശരഥ നന്ദനന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും എന്നാണോ വരുന്നത്, അന്ന് നിനക്ക് മോചനം കിട്ടും. അജയ്യനായ രഘുനന്ദനനെ അർച്ചിച്ചാൽ ലോഭ മോഹങ്ങൾ വിട്ട് സന്തോഷ വൃത്തിയോടെ സ്വന്തം രൂപം ധരിക്കാം. അന്ന് കൃതാർത്ഥതയോടുകൂടി എൻ്റെ സമീപത്ത് വരാം എന്ന് ശാപമോക്ഷവും നൽകി.
ഇത്രയും പറഞ്ഞ് മഹാ തേജസ്വിയായ ഗൗതമ ബ്രഹ്മർഷി അപ്പോൾ തന്നെ ആ ആശ്രമത്തെ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് മനോഹര ഹിമഗിരി ശിഖരത്തിലേക്ക് തപോവൃത്തിക്കായി യാത്രയായി. പ്രസിദ്ധമായ വാൽമീകി മഹർഷിയുടെ രാമായണത്തിലെ അഹല്യയുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. അഹല്യാദേവിക്ക് ശാപം ലഭിക്കാനുണ്ടായ സന്ദർഭമാണ് ഇപ്പോൾ ഇവിടെ വിവരിച്ചത്. വാൽമീകി മഹർഷിയുടെ അഹല്യയെ നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് അടുത്തു കാണേണ്ടതുണ്ട്, വായിക്കേണ്ടതുണ്ട്. അതിനായി ഈ കഥാസന്ദർഭത്തെ നമുക്കൊരു പുനർവായനയ്ക്ക് വിധേയമാക്കണം. ഓരോ അക്ഷരങ്ങളെയും ശ്രദ്ധിക്കണം. വരികൾക്കിടയിലൂടെ കയറി ഇറങ്ങണം. ഓരോ അക്ഷരത്തിനും ജീവൻ കൊടുത്തുകൊണ്ട് വേണം അഹല്യാപ്രകരണത്തെ വായിച്ചെടുക്കാൻ. അതിനായി സർവ്വതും മറന്ന് അഹല്യാദേവിയുടെ കഥ ഒന്നുകൂടി നാം കേൾക്കുക. ഗൗതമ മഹർഷിയുടെ ആശ്രമം ചൂണ്ടിക്കാണിച്ച് ശ്രീരാമൻ ചോദിച്ച സർവ്വ ചോദ്യങ്ങൾക്കും ഉത്തരമായാണ് അഹല്യാദേവിയുടെയും ഗൗതമന്റെയും കഥ വിശ്വാമിത്രൻ പറയുന്നത്. ഗൗതമൻ ദൂരത്ത് എവിടെയോ പോയിരുന്ന സമയത്താണ് ശചീദേവിയുടെ ഭർത്താവായ സഹസ്രാക്ഷൻ അവിടെ ഗൗതമ വേഷത്തിലെത്തുന്നത്. എത്തിയ സമയത്ത് ദേവേന്ദ്രൻ പറയുന്ന വാക്കുകളെല്ലാം ശ്രദ്ധയോടെ വായിച്ചാൽ അതെല്ലാം അഹല്യയുടെ ദേഹാംഗങ്ങളെ വർണ്ണിക്കുന്നതാണ്. താൻ കാമിക്കുന്നവളോട് തൻ്റെ ഇഷ്ടപൂർത്തീകരണത്തിന് മുമ്പ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ദേവേന്ദ്രൻ പറയുന്നതെല്ലാം. എല്ലാം ദേഹപരമായ വർണ്ണനകളാണ്. സത്യത്തിൽ വന്നത് ഇന്ദ്രനാണെന്ന് അഹല്യ തിരിച്ചറിഞ്ഞു ആദ്യമേ തന്നെ. അവൾ ദേവരാജനുമായി രമിക്കാൻ മനസ്സുറപ്പിച്ചു. കാര്യം കഴിഞ്ഞ് ഉള്ള അനുഭവിച്ച മതിപ്പോടെ, വാൽമീകിയുടെ വാക്ക് അന്തരാത്മന കൃതാർത്ഥേന എന്നാണ്. തൻ്റെ ഉള്ള അനുഭവിച്ച മതിപ്പോടെ എന്ന് തന്നെയാണ് വാൽമീകി ഉപയോഗിക്കുന്നത്. അഹല്യ ഇന്ദ്രനോട് പറഞ്ഞു, സുരശ്രേഷ്ഠ, ഞാൻ കൃതാർത്ഥയായി. പ്രഭോ, വേഗം ഇവിടെ നിന്ന് വിട്ടുപോയാലും എന്നെയും തന്നെയും ഗൗതമനിൽ നിന്ന് ഏത് വിധത്തിലും കാത്തുകൊള്ളുക. ബാലകാണ്ഡത്തിലെ 48 സർഗത്തിലെ 20-21 ശ്ലോകങ്ങളാണ് അഹല്യാദേവിയുടെ വാക്കുകൾ. ഈ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു ഇന്ദ്രൻ. അവിടെയും ഇന്ദ്രൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതും ദേഹപരമാണ്. സുശ്രോണി എന്ന് തുടങ്ങിയിട്ടുള്ള മനോഹരമായ അരക്കെട്ടുള്ളവളെ എന്ന് തുടങ്ങിയിട്ടുള്ള ശൃംഗാര പദങ്ങളാണ് ഇന്ദ്രൻ തൻ്റെ ഉത്തരത്തിനായി ഉപയോഗിക്കുന്നത്. ഇഷ്ടപൂർത്തീകരണത്തിന് ശേഷവും ശൃംഗാര പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ അഹല്യാദേവിയോട് സംസാരിക്കുന്നത്. താൻ സർവസന്തുഷ്ടനാണ് എന്നുത്തരം പറഞ്ഞു. വന്നതുപോലെ തന്നെ തിരിച്ചു പോകാം. ഇന്ദ്രൻ പറഞ്ഞ മറുപടിയിലുള്ള ഇന്ദ്രന്റെ ശരീരഭാഷ അതും വാൽമീകി എഴുതിയിട്ടുണ്ട്. ചിരിയായിരുന്നു. ഒരു ചിരിയോട് കൂടിയിട്ടായിരുന്നു ഇന്ദ്രൻ ഉത്തരങ്ങൾ പറഞ്ഞത്. കാര്യം കഴിഞ്ഞ സന്തോഷത്തിന് പരിതുഷ്ടി എന്നാണ് ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. വെറും തുഷ്ടിയേക്കാൾ ആധിക്യമുള്ളതാണ് പരിതുഷ്ടി. പരി എന്ന ഉപസർഗത്തിന്റെ സവിശേഷതയാണിത്. ഇന്ദ്രന്റെ സന്തോഷം കേവലം കാമപൂർത്തീകരണം മാത്രമല്ല, വേറെ ചിലതുകൂടിയുണ്ട് എന്നുറപ്പാണ്. അതുകൊണ്ടാണ് തുഷ്ടിക്ക് പകരം പരിതുഷ്ടി എന്ന് ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പരി എന്ന ഉപസർഗത്തിൻ്റെ ചില വാക്കുകൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇന്ദ്രന്റെ പരിതുഷ്ടിയെ നമുക്കൊന്നുകൂടി മനസ്സിലാവും. പരി എന്ന ഉപസർഗത്തിന് ചില അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം, പരി എന്ന ഉപസർഗം ഈക്ഷ എന്ന ധാതുവിനോട് ചേരുമ്പോഴാണ് പരീക്ഷ എന്ന ശബ്ദം ലഭ്യമാകുന്നത്. പരി എന്നാൽ സമഗ്രം എന്നാണ് അർത്ഥം. പരി എന്ന ഉപസർഗത്തിന് എല്ലാവിധത്തിലും എല്ലാ പ്രകാരത്തിലും സമഗ്രം എന്നൊക്കെയാണ് അർത്ഥമായി പറയുന്നത്. ഈക്ഷ എന്ന ധാതുവിന് നോക്കുക, വിലയിരുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പരീക്ഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ എല്ലാ പ്രകാരത്തിലുമുള്ള വിലയിരുത്തലാണ് പരീക്ഷ. സമഗ്രമായ പഠനമാണ് പരീക്ഷ. പല നിൽപ്പുതറകളിൽ നിന്ന്, പല സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുള്ള നോട്ടം, ഇങ്ങനെയാണ് പരീക്ഷ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ പരീക്ഷ എന്ന ഭാരതീയ വാക്കും എക്സാം എന്ന് പറയുന്ന ആംഗലേയ പദവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നമുക്കിപ്പോ? ഭാരതീയ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഭാരതീയ ചിന്തയിൽ പരീക്ഷ സമഗ്രമായ പഠനമാണ്.
അതായത് നോട്ട് പുസ്തകത്തിലെ 200 ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കലല്ല, മറിച്ച് പാഠപുസ്തകത്തിലെ ഓരോ അക്ഷരങ്ങളെയും അവയുടെ പ്രമാണ ഗ്രന്ഥങ്ങളെ കണ്ടെത്തി വിശദമായി പഠിക്കുകയാണ് നമ്മുടെ പരീക്ഷ എന്നുള്ളത്. ഇത് അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇത് അമ്മയും അച്ഛനും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അല്ലാതെ പരീക്ഷ എന്ന് വെച്ചാൽ എക്സാം എന്നാണ് അർത്ഥം. എക്സാം എന്നാലോ പരീക്ഷ എന്നാണ് അർത്ഥം. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ പരീക്ഷയെ സമീപിക്കുന്നത്. ഇന്ന് നമ്മൾ കുട്ടികളെ പരീക്ഷയ്ക്കാണോ എക്സാമിനാണോ ഇന്ന് നമ്മൾ കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്നത്? പരീക്ഷയാണെങ്കിൽ ആ പരീക്ഷ സാ വിദ്യ യാ വിമുക്തയേത് എന്ന ഭാവത്തിലുള്ളതാണ്. സമഗ്രമായി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ പരമമായ ജീവിത ദൗത്യമായ മുക്തിയിലേക്ക് പ്രയാണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഏത് വിദ്യയാണോ ആ വിദ്യയാണ് പഠനത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തി സ്വായത്തമാക്കേണ്ടത്. അതുകൊണ്ടാണ് വിദ്യയുടെ നമ്മളുടെ ഭാരതീയ സങ്കല്പം, പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാരതീയ സങ്കല്പം സാ വിദ്യ യാ വിമുക്തയേത്. ഞാൻ ഈ പഠിക്കുന്ന വിദ്യ എനിക്ക് എന്നെ സർവബന്ധനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതാവണം, എനിക്ക് പരമമായ മുക്തിയെ തരുന്നതായിരിക്കണം. ഇങ്ങനെ പരമമായ മുക്തിയിലേക്ക് ഉയർന്ന വ്യക്തിയാണ് വിശ്വമാനവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതീയ വിദ്യാഭ്യാസം വിശ്വമാനവനെ നിർമ്മിക്കാനാണ്, പരിപൂർണ വ്യക്തിത്വത്തെ നിർമ്മിക്കാനാണ്. വിദ്യ സർവമുക്തിക്കുള്ളതായി തീരുന്നതാണ്. എന്നാൽ എക്സാം ആണെങ്കിലോ, എക്സാമിന്റെ പ്രത്യേകത A+ വാങ്ങുന്നവൻ അത് എഴുതി കഴിഞ്ഞാൽ പഠിച്ചത് മുഴുവൻ മറക്കും. അവ പിന്നീട് ജീവിതത്തിൽ ഉപകരിക്കാതെ വരും. അപ്പൊ A+ കിട്ടാത്തവനോ പരീക്ഷയ്ക്ക് മുമ്പ് മറക്കും, പരീക്ഷയ്ക്ക് ശേഷം മറക്കുകയും ജീവിതത്തിൽ ഉപകരിക്കാതിരിക്കുകയും, പരീക്ഷയ്ക്ക് മുൻപ് മറക്കുകയും ജീവിതത്തിൽ ഉപകരിക്കാതിരിക്കുകയും ചെയ്യുന്ന കാണാപാഠം പഠിക്കുക എന്ന് പറയുന്ന, മനഃപ്പാഠം പഠിക്കുക എന്ന് പറയുന്ന ജീവിതത്തിൽ ഉപകാരപ്പെടാത്തത് എന്തോ അതിനെയാണ് നാം എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് എക്സാം അല്ല പരീക്ഷ. എക്സാമും പരീക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭാരതീയ വിദ്യാഭ്യാസത്തിൽ പരീക്ഷയാണെങ്കിൽ ആംഗലേയ വിദ്യാഭ്യാസം എക്സാം ആണ്. അതുകൊണ്ട് ഇവിടുത്തെ പരി എന്ന വാക്ക് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ദേവേന്ദ്രന് അപ്പുറം പരിതുഷ്ടിയാണ് ഉണ്ടായെങ്കിൽ ദേവേന്ദ്രന്റെ ഉന്നം മറക്കരുത്, അത് അഹല്യയല്ല. അഹല്യയെ കാമിച്ചുകൊണ്ടല്ല ദേവേന്ദ്രൻ അവിടെ വന്നത്. ആയിരിക്കാം, മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ ദേവേന്ദ്രന്റെ ഉന്നം അഹല്യ മാത്രമല്ല, കുറച്ചുകൂടി വിശാലമാണ്. അതാണ് ദേവേന്ദ്രന്റെ മുഖഭാവം വ്യക്തമാക്കുന്നത്. ഞാൻ വന്ന പോലെ തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ ആ പറച്ചിൽ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ലാഘവത്തോടുകൂടി നിന്റെ മഹാമുനി ഭർത്താവിനെ പറ്റിച്ചുവെന്ന സാമർഥ്യത്തിൻ്റെതാണ് ആ ചിരി. കാമതുഷ്ടിയേക്കാൾ വഞ്ചിച്ച വിജയത്തിൻ്റെതാണ് ആ ഇന്ദ്രന്റെ ചിരി. ഈ ചിരി വെച്ചുകൊണ്ട് വേണം പരിതുഷ്ടിയെ മനസ്സിലാക്കാൻ. ഇന്ദ്രന്റെ ഉള്ളിലുള്ള ഉന്നം അഹല്യ ഒരു ബോണസ് മാത്രമാണ്. അഹല്യയിലൂടെ ഗൗതമനോട് എന്തോ ഉള്ളിലുള്ള ഒരു കാര്യത്തിന് പകരം വീട്ടുകയായിരുന്നു ദേവേന്ദ്രൻ. ഇവിടെ അഹല്യയുടെ സ്വഭാവത്തിൽ കടന്നുകൂടിയ വൈചിത്ര്യം കൂടി നാം മനസ്സിലാക്കണം. ദേവേന്ദ്രൻ കപടവേഷധാരിയായിട്ടാണ് വന്നത്. അതുകൊണ്ട് അഹല്യയ്ക്ക് അത് മനസ്സിലായില്ല എന്ന് നാം കരുതരുത്. ദേവേന്ദ്രൻ തൻ്റെ ഭർത്താവിൻ്റെ വേഷമിട്ട് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സമീപിക്കുവാൻ അഹല്യ തീരുമാനിച്ചതും തൻ്റെ അടുത്തു വരാൻ അനുവാദം കൊടുത്തതും. എന്താ അതിൻ്റെ അർത്ഥം? ദേവേന്ദ്രൻ വേഷം മാറാതെ വന്നിരുന്നെങ്കിലും അഹല്യയുടെ പെരുമാറ്റം മറിച്ചാകുമായിരുന്നില്ല. അഹല്യ ദേവേന്ദ്രനെ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഗൗതമ വേഷം കെട്ടി വന്നത്? ഉത്തരം സുസ്പഷ്ടമാണ്. ആശ്രമത്തിലെ അന്തേവാസികളെ കബളിപ്പിക്കാനായിരുന്നു ഗൗതമ യതീന്ദ്രന്റെ വേഷം ധരിച്ച് ഇന്ദ്രൻ വന്നത്. ഇവിടെ അഹല്യ എന്ന വാക്കിന് 2 തരത്തിലാണ് ആ വാക്കിന് അർത്ഥം കൽപ്പിക്കേണ്ടത്. ഹലം എന്ന വാക്കിന് കലപ്പ എന്നർത്ഥമുണ്ട്. ഉഴുതു മറച്ചിടാത്ത ഭൂമി എന്ന അർത്ഥത്തിലാണ് അഹല്യ എന്ന വാക്കിന്റെ ഒരർത്ഥം. അഹല്യ ഗൃഹസ്ഥധർമ്മത്തിൽ, ഗാർഹസ്ഥ്യധർമ്മത്തിൽ ഉഴുത് മറയ്ക്കപ്പെടാത്ത ശരീരമുള്ളവൾ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. രണ്ടാമത്തെ അർത്ഥം, ഹലം എന്ന വാക്കിന് വൈരൂപ്യം, വിഷം, ദോഷം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അഹല്യ എന്നാൽ വൈരൂപ്യമില്ലാത്തവൾ ആരോ അവളുടെ പേരാണ് അഹല്യ, ദോഷമില്ലാത്തവൾ ആരോ അവളുടെ പേരാണ് അഹല്യ.
ഭുവനൈക സുന്ദരിയാണ് അഹല്യ എന്നും ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ ഒന്ന്, അഹല്യ എന്ന് പറഞ്ഞാൽ ഉഴുതുമറയ്ക്കാത്തവളും, രണ്ട്, വിശ്വൈക ഭുവനൈക സുന്ദരി എന്നും അർത്ഥം. ഒരു വൈരൂപ്യമില്ലാത്തവൾ എന്നർത്ഥം. രാമായണത്തിലെ കഥയിൽ അഹല്യയ്ക്ക് ഈ രണ്ടു പേരും ചേരും. അഹല്യ ചിന്തിച്ചിട്ടുണ്ടാകും, ഇന്ദ്രനെ പോലെ ഒരാൾ എൻ്റെ അരികിൽ വന്നപ്പോൾ ഞാൻ നിസ്സാരക്കാരിയല്ല. നമ്മുടെ കുട്ടികളും ഇടയ്ക്ക് ചിന്തിക്കും, അങ്ങനെ ഒരാളാണ് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത്, അപ്പോൾ ആ ആഗ്രഹത്തിന് സമ്മതം കൊടുക്കാം. ചില ആളുകൾക്ക് സമ്മതം കൊടുക്കാൻ ചില ആളുകൾ നോക്കി ചിരിക്കുമ്പോഴേക്കും, ഒന്ന് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കുമ്പോഴേക്കും, ഒന്ന് തൊടുമ്പോഴേക്കും ആ ആഗ്രഹത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കുന്ന ഓരോരുത്തരും അഹല്യയെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. എൻ്റെ മുന്നിൽ വന്നത് ഇന്ദ്രനായതുകൊണ്ട് ഞാൻ നിസ്സാരക്കാരിയല്ല, എൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് വന്നത്. മറ്റൊന്ന്, അഹല്യയുടെ മനസ്സിൽ അത്തരം ഒരു ആഗ്രഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളിൽ അതിലൊന്ന് വാൽമീകി പറയാതെ പറയുന്നുണ്ട് ഇവിടെ. ഏതായാലും പൂർണ്ണമായ തെറ്റ് ഗൗതമനോട് ചെയ്ത ദേവേന്ദ്രൻ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഗൗതമനെയാണ്. മനക്കണ്ണിൽ കാര്യം മനസ്സിലാക്കിയ ഗൗതമൻ ഇന്ദ്രനെ ശപിച്ചു. വിഫലനായി തീരട്ടെ, പുരുഷത്വം നശിക്കട്ടെ, എല്ലാം നശിച്ച ഇന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അടുത്ത ഭാഗമാണ് അതിശ്രദ്ധയോടെ നാം വായിക്കേണ്ടത്. അടുത്ത നിമിഷം അഹല്യയെ ശപിച്ച ഗൗതമ വചനം നമ്മൾ ശ്രദ്ധിക്കണം. 48 സർഗത്തിലെ 30 ശ്ലോകം. ഇഹ വാദഭക്ഷ നിരാഹാര തപ്യന്തി ഭസ്മശായിനി സർവഭൂതാനാം അദൃശ്യ എന്നായിരുന്നു ഗൗതമ മഹർഷിയുടെ ശാപവാക്ക്. ഇഹ, ഇവിടെ, ഇതേ സ്ഥലത്ത്, വാദഭക്ഷ, വായു വിഴുങ്ങി, നിരാഹാര, ഒന്നും കഴിക്കാതെ, തപ്യന്തി, വെന്ത്, ഭസ്മശായിനി, വെണ്ണീറിൽ കിടന്ന്, സർവഭൂതാനാം അദൃശ്യ, ആരും നോക്കാനില്ലാതെ, ആർക്കും കാണാൻ പറ്റാതെ കഴിഞ്ഞുകൂടുക. ഇതായിരുന്നു ഗൗതമ മഹർഷിയുടെ ശാപവാക്ക്. വാൽമീകി മഹർഷി അഹല്യാദേവിയെ ഗൗതമൻ ശപിച്ച വാക്ക് വിവരിക്കുന്നത് ഇവിടെയാണ്. ഈ ശാപവാക്കിൽ ഒരിടത്തും ശില എന്ന ഒരു വാക്കിനെ അലങ്കാരമായി പോലും വാൽമീകി പറയുന്നില്ല. അഹല്യ പാറയായി പോയി എന്ന് പിൽക്കാലത്ത് പറഞ്ഞതും പാടിയതും എന്നു മുതലാണെന്ന് നമ്മൾ വലിയ ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. മൂലഗ്രന്ഥത്തിലെ അഹല്യാദേവി പാറയല്ല, ശിലയല്ല. ഏതായാലും വാൽമീകിയുടെ അഹല്യ പാറയാണ്, ശിലയാണ് എന്ന് വാൽമീകി അംഗീകരിച്ചിട്ടില്ല. പിന്നെയോ, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിനുള്ള കഠിന ശിക്ഷയാണ് ഇവിടെ വിധിച്ചത്. കഠിന തടവ് വളരെ കഠിനം തന്നെ ആയിരിക്കണം. വീര സവർക്കർ തൻ്റെ ജീവിത കഥകൾ എഴുതുന്ന സമയത്ത് യാതനയുടെ തടവറയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ യാതനകൾ മനസ്സിലാകുകയുള്ളൂ. സെല്ലുലാർ ജയിലിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അനുഭവ കുറിപ്പുകൾ, കണ്ണീരിൽ കുതിർന്ന ആ ഗ്രന്ഥം ഒന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. അത്തരം കഠിന തടവിന് ഇവിടെ ഗൗതമൻ അഹല്യയെയും ശിക്ഷിക്കുകയാണ്. ഇതുപോലൊരു ശിക്ഷ അഹല്യയ്ക്കും വിധിച്ചു. എന്നാൽ ഗൗതമൻ ശാപമോക്ഷം അഹല്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതിന് ശ്രീരാമചന്ദ്രൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആതിഥ്യമരുളൂ. ഇത്രയും പറഞ്ഞ് ഹിമാലയ സാനുക്കളിലേക്ക് തപസ്സിന് പോയി. ഇവിടെ വാൽമീകി സൂചിപ്പിച്ച അഹല്യയുടെ ചരിത്രത്തിൽ ആദ്യ ഭാഗം നമ്മളെ ചില വസ്തുതകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇന്ദ്രൻ കാമപൂർത്തീകരണത്തെക്കാൾ ഗൗതമനോടുള്ള ഒരു പകരം വീട്ടൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വന്നത്. രണ്ട്, വേഷം മാറി വന്നത് ഇന്ദ്രനാണെന്ന് അഹല്യയ്ക്ക് അറിയാമായിരുന്നു. മൂന്ന്, സ്വമനസാലെയാണ് അഹല്യ ഇന്ദ്രനെ സ്വീകരിച്ചത്. നാല്, അന്തേവാസികളെ കബളിപ്പിക്കാനാണ് ഇന്ദ്രൻ വേഷം മറച്ചത്. അഞ്ച്, അഹല്യ ശിലയോ കല്ലോ അല്ല, മറിച്ച് കഠിന തടവിന് ശിക്ഷിച്ച ഒരു കുറ്റവാളി മാത്രമാണ്. ഈ കഥയുടെ രണ്ടാം ഭാഗം വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. പുരുഷത്വം നശിച്ച് വിഫലനായ ഇന്ദ്രൻ ദേവലോകത്ത് ദുഃഖിതനായെത്തി. അവിടെ ഉണ്ടായിരുന്ന അഗ്നി മുതലായ ദേവന്മാരെയും സിദ്ധന്മാരെയും ഗന്ധർവന്മാരെയും വിളിച്ചുകൂട്ടി സ്വന്തം അവസ്ഥ പരാതിയായി പറഞ്ഞു. ഞാൻ മഹാപ്രഭുവായ ഗൗതമന്റെ തപസ് മുടക്കുക എന്ന ദേവകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്യമിച്ചു. ക്രൂദ്ധനായ മുനി എന്നെ ശപിച്ചു കളഞ്ഞു. ഞാൻ വിഫലനായി പോയി.
നിങ്ങളെല്ലാവരും ഒത്തുകൂടി എന്നെ ഫലയുക്തനാക്കി തീർക്കുക. നിങ്ങളുടെയൊക്കെ കാര്യത്തിനാണല്ലോ ഞാൻ പോയത്. ഇവിടെ ആരും തിരിച്ചു ഒന്നും ചോദിക്കുന്നില്ല. എങ്കിലും ഉന്നത നീതിപീഠമായ ന്യായാധിപനായ ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഏത് കാര്യത്തിൻ്റെയും അകമ്പുറമറിയുന്ന ബ്രഹ്മാവിന് കാര്യങ്ങൾ മനസ്സിലായി. ബ്രഹ്മാവ് നിർദ്ദേശിച്ചത് പ്രകാരം ഇന്ദ്രൻ വീണ്ടും ഫലമുള്ളവനായി തീർന്നു. ഇത്രയും പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വിശ്വാമിത്ര മുനി രാമനോടായി പറഞ്ഞു, രാമ, മഹാതേജസ്വിയായ ശ്രീരാമചന്ദ്ര, ഇനി നമുക്ക് പുണ്യകർമ്മനിരതനായ ഗൗതമന്റെ ആശ്രമത്തിലേക്ക് കയറാം. മഹാഭാഗയും ദേവരൂപിണിയുമായ അഹല്യയെ കരകയറ്റാം. വർഷങ്ങളായി ആർക്കും കാണാൻ കഴിയാതെ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന അഹല്യയെ മറ്റെല്ലാവരെയും പോലെ വിശ്വാമിത്ര മുനിയും കണ്ടിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് അഹല്യയിൽ വന്നിരിക്കുന്ന അന്തർബാഹ്യ പരിമാർജനങ്ങളെ കുറിച്ചൊട്ടും സംശയമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. മഹാഭാഗാം ദേവരൂപിണി അഹല്യ, ദേവരൂപിണിയായ മഹാഭാഗയായ ആ അഹല്യാദേവിയെ നമുക്ക് കാണാം രാമ എന്ന വാക്കുകൾ ഉപയോഗിച്ചത്. വിശ്വാമിത്ര നിർദ്ദേശമനുസരിച്ച് ശ്രീരാമചന്ദ്രനും അനുജനും ആശ്രമത്തിന്റെ അന്തർഭാഗത്തേക്ക് പാദങ്ങൾ ഊന്നി. അത്യുഗ്ര തപസ്സുകൊണ്ട് ഉജ്ജ്വല കാന്തിയോടെ ആർക്കും കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ അഹല്യാദേവി അചഞ്ചല ചിത്തയായിരിക്കുന്നത് രഘുനന്ദനന്മാർ കണ്ടു. ദദർശ മഹാഭാഗാം ദ്യോതിത പ്രഭാം എന്ന് എഴുതി വെച്ച വാൽമീകി അതിനെ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. തേജസ്വിനിയും ജ്യോതിർമയിയുമായ ആ മഹാതപസ്വിയെ കണ്ടു. ഉടനെ രാമലക്ഷ്മണന്മാർ ഗൗതമ സഹധർമ്മിണിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഭർത്തൃവാക്യം സ്മരിച്ച ദേവി കുമാരന്മാരെ സസന്തോഷം സ്വീകരിച്ച് ശാസ്ത്രത്തിൽ വിവരിച്ചതുപോലെ അർഘ്യ പാദ്യാതിഥികൾ കൊണ്ട് അതിഥി പൂജ സശ്രദ്ധം അനുഷ്ഠിച്ചു. സുന്ദരമായ ഈ ഒരു അനുഷ്ഠാനത്തിൻ്റെ, അതിഥി പൂജയുടെ, ശാപമോക്ഷത്തിൻ്റെ, ശിക്ഷ തീരുന്നതിൻ്റെ ഈ ഒരു മുഹൂർത്തം മനസ്സിൽ വെച്ചുകൊണ്ട്, ഈ ഒരു മുഹൂർത്തത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമുക്ക് ഇന്നത്തെ രാമായണ യാത്രയ്ക്ക് പരിസമാപ്തി കുറിക്കാം. ആശ്രമവാടവും പരിപൂതയായ അഹല്യാമാതാവും രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനുമൊക്കെ ആശ്രമവാടത്തിൻ്റെ സർവ്വയിടങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ വരട്ടെ. ഇങ്ങനെ അഹല്യാദേവിയുടെ ചരിതത്തിൻ്റെ ആദ്യ ഭാഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന് പരിസമാപ്തി കുറിക്കുന്നതോടൊപ്പം ശ്രദ്ധയോടുകൂടി രാമായണ പഠനം കൂടി ചെയ്യണേ എന്ന അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.